ഹരേ കൃഷ്ണ. ഹരി ഓം പ്രസ. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ഇത്രയും ആഴ്ചകളിലായിട്ട് ഒന്നാമത്തെ അധ്യായത്തിലൂടെ കടന്നുപോയി അല്ലേ. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ വളരെ ധൈര്യത്തോടെ അല്ലെ, വളരെ ആ ഞാൻ എന്നൊരു ഭാവത്തോട് കൂടിയിട്ട്, കാരണം നമ്മുടെ കോൺഫിഡൻസ് ആണ് അല്ലെ. അതിലൂടെ അർജുനൻ അങ്ങനെ മുന്നോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ വന്ന സമയത്ത് അവിടെ ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ പകച്ചു നിൽക്കുന്ന കാര്യം ലമെന്റേഷൻ ആണ് നമ്മൾ കണ്ടത് അല്ലെ. വിലാപമാണ് സംഭവിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? കൈവിടില്ല എന്നുള്ള ഉറപ്പിച്ച് തീരുമാനിച്ചുള്ള ഗാന്ധീപം പോലും കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണു. അപ്പോൾ താഴെ വെച്ചു, അതിനുശേഷം അവിടെ ഇരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തെ. അപ്പോൾ അവസാനത്തെ ശ്ലോകത്തിൽ 46-ാമത്തെ ശ്ലോകം നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഭാവാർത്ഥം വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവാ നിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ആ ശ്ലോകത്തിന്റെ ഏറ്റവും അവസാനം, ഭാവാർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ ലൈൻ നമ്മൾ അന്ന് വായിച്ചിരുന്നു. ഒന്ന് ദയാലു ആയിരിക്കണം അല്ലെ, കമ്പാഷൻ വേണം അല്ലെ, ദയ വേണം, മേഴ്സിഫുൾ ആയിരിക്കണം. പിന്നെ അടുത്തത് മൃദുല ഹൃദയം, സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കണം. പിന്നെ ഭഗവത് സേവാ നിരതനായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അവിടെ അതിനകത്ത് ഭാവത്തിൽ എടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം നമുക്ക് വളരെ ക്ലിയർ ആണ് അല്ലെ, എന്താണെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഈ ഭാവം നമുക്ക് വരിക എന്ന് പറയുന്നത് ഈസി അല്ല. കാരണം ഇത് 16-ാമത്തെ അധ്യായത്തിൽ മനസ്സിലായി. കാരണം നമുക്ക് ദേവാസുര ഭാവങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഇത് പറയുകയും ചെയ്തു അല്ലെ. ദേവന്മാർ നമ്മൾ ഓരോ യുഗം എടുത്തപ്പോൾ സത്യയുഗത്തിൽ ദേവന്മാര് എവിടെയായിരുന്നു? 2 ഡിഫറെന്റ് വേൾഡിലായിരുന്നു അല്ലെ. അത് ത്രേതായുഗം വന്നപ്പോൾ എന്ത് പറ്റി? അത് ദേവലോക അസുരലോകം എന്നുള്ളത് ഒരു ലോകത്ത് തന്നെ 2 രാജ്യമായി മാറി അല്ലെ. രാവണനും രാമനും നോക്കിക്കഴിഞ്ഞു. ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ അത് പാണ്ഡവരും കൗരവരും പോലെ ഒരു കുടുംബത്തിലായി. അതിന് കലിയുഗത്തിൽ വന്നപ്പോൾ അത് ഒരു വ്യക്തിയിലായി. അപ്പൊ നമ്മളിൽ തന്നെ ഈ 2 ഭാവമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഒരു ജീവാത്മാവ് ഈ ശരീരം കിട്ടി ഈ ഭൗതിക ലോകത്തിലേക്ക് ഒരു സ്പിരിറ്റ് സോൾ വരുന്നത്, ജീവാത്മാവ് വരുന്നത്, ആ സമയം തന്നെ ത്രിഗുണങ്ങൾ അയാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഈ ഭഗവാന്റെ തന്നെയാണ് ഇതെല്ലാം. ഭഗവാന്റേതല്ലാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ഇതില് ഇപ്പൊ ചെകുത്താനും ദൈവവും സെപ്പറേറ്റ് അല്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. കാരണം നമ്മളിവിടെ എന്തുകൊണ്ട് വന്ന് പെട്ടിരിക്കുന്നു, മുന്നേ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇത് നമ്മളുടെ മേലെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് തന്നിരിക്കുന്ന ഒരു ശിക്ഷയല്ല, ഒരു ഫ്രീഡം. അതായത് നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. നമ്മൾ തടസ്സ ശക്തിയാണ് നമ്മൾ പറഞ്ഞത്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട്. അപ്പോൾ നമ്മുടെ ജീവാത്മാവ് എന്നുള്ളത് ഭഗവാന്റെ അംശമാണ്. ആ അംശത്തിന് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ അംശം എന്തുകൊണ്ട് ഈ ശരീരം ഇപ്പൊ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ മറ്റൊരു ജീവി, ഇപ്പൊ പട്ടി, പൂച്ച, മനുഷ്യൻ, എന്തും ആയിക്കോട്ടെ, ആ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട് അല്ലെ, ജീവാത്മാവുണ്ട്. ആ ശരീരം എന്തുകൊണ്ട് അതിന് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ശരീരം ഈ കുടുംബത്തിൽ ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് വെച്ചാൽ നമ്മളുടെ മുജ്ജന്മ വാസനകളാണ് അല്ലെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തയിൽ നിന്ന് വരുന്ന ആ ഒരു കാര്യം പറയാം അല്ലെ. ഒരു ചിന്ത എന്തോരം പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെ, അത് ആ വാസനകൾ ഉണ്ടാക്കുന്നു, അത് അയാളുടെ സ്വഭാവമായി മാറും. അപ്പൊ മരണസമയത്ത് അന്ധകാലേച്ച മാമയോ പോലെ, അതായത് നമ്മൾ എന്തിനെ സ്മരിച്ചാണോ നമ്മൾ, അല്ലെങ്കിൽ സ്മരിക്കണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ ഇപ്പൊ പുറമെ പറയണമെന്നില്ല. ഇപ്പൊ ചിലർ പറയും പുറമെ എനിക്ക് ഒന്നിനോടും ഒരു ആഗ്രഹവും ഇല്ല. അത് പറയാം, വളരെ ഈസിയാ പറയാം അല്ലെ. എനിക്ക് ഒന്നിനോടും ഒരു ആഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടത്. പക്ഷെ അമിതമായ പല ആഗ്രഹം അവരിലുണ്ടാവും, അവര് പോലും അറിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് നമ്മൾ അവരെന്ന് വെച്ചാൽ ഞാനും അപ്പുറത്തിരുന്നാട്ട് പറയാം, എന്നോടും കൂടിയാണ് ഈ പറയുന്നത്. അതായത് ഞാൻ അടക്കും. അതായത് നമ്മളിപ്പോ ഞാനിവിടെ ഇരുന്ന് പറയാം, ഞാൻ ഭഗവത്ഗീത വായിച്ചു, ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് വിവരം ഉണ്ടായിട്ടല്ല, ഉള്ളത് വെച്ചിട്ട് പറയുന്നു. അപ്പോ നമ്മൾ വിചാരിക്കരുത് ഓക്കെ അങ്ങനെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോൾ, നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ, ഇപ്പൊ പ്രഭാത പട്ടൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും, ഓ ഇതപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് മനസ്സിലായാലും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നാള് പറഞ്ഞ പോലെ നമ്മളുടെ ആ ചിന്തകള് അല്ലെ, അത് ഒരു ഇംപ്രഷൻസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല. നമ്മൾ പൂർവ്വ എത്ര ജന്മം, 84 ലക്ഷം തരം ജീവധ്യാനത്തിലൂടെ, അത് 84 ലക്ഷം തരം യോനികളിലൂടെയാണ് ഈ ജീവാത്മാവിന്റെ സഞ്ചാരം. അതിനുശേഷമാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എത്ര മനുഷ്യജന്മം കഴിഞ്ഞിട്ടാണ് നമുക്ക്, അതും നമുക്കറിയില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ ജന്മങ്ങളിലുള്ള വാസനകൾ ഇംപ്രഷൻ പോലെ മനസ്സിൽ കിടക്കുന്നത്, അതിനെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് നമ്മൾ വിചാരിക്കണ പോലെ ഈസി അല്ല, കഴുകിയാൽ പോലും. അപ്പൊ അതിനകത്തൊരു നല്ലൊരു സാധന ആവശ്യമാണ്. പക്ഷെ പോസിബിൾ ആണ്. അതാണ് ഭഗവാൻ ഇവിടെ തെളിയിക്കുന്നത്, അത് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇംപ്രഷൻസ് നമുക്ക് കളയാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്കൊന്നിനോടും ആഗ്രഹമില്ല. സ്വയം നമ്മൾ വിശ്വസിക്കും, അതാണ് അവിടുത്തെ. നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്കൊന്നിനോടും ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം കാണും, നമ്മൾ പോലും അറിയേണ്ട ആഗ്രഹം
അറിയാണ്ട് ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴേ നമ്മളത് അറിയുള്ളൂ. അപ്പൊ ആ വാസന ഉണർന്നു വരും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം സാധനങ്ങൾ ആവശ്യമാണ്. പക്ഷെ അത് മനുഷ്യനായിടത്തോളം, മനുഷ്യനായി ജനിച്ചിടത്തോളം നമുക്കത് പോസിബിൾ ആണ്. അവിടെയാണ് നമുക്ക് ഹോപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ഹോപ്പാണ് ഭഗവാൻ തരുന്നത്. ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലൊക്കെ ഒരുപാട് ഗ്യാരണ്ടി ശ്ലോകങ്ങൾ ഭഗവാൻ തരും. അതായത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഞാൻ പറയുന്നു ഇത് സത്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ, അതൊക്കെ ഗ്യാരണ്ടിയാണ്. നമ്മൾ ഓരോന്ന് മേടിക്കുമ്പോൾ നമുക്ക് വാറണ്ടി കിട്ടുമല്ലോ, അതുപോലുള്ള വാറണ്ടികൾ ഭഗവാൻ തരും. അപ്പൊ ആ ഗ്യാരണ്ടികൾ നമുക്ക് ഉറപ്പാണ്, അതിനെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദയാലു മൃദുല ഭഗവത് സേവാ നിരതൻ അല്ലെ, നമ്മൾ അതും കൂടി ആവണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, നമ്മൾ രസങ്ങളെ പറ്റി പറഞ്ഞു അല്ലെ. ഒരു ഭഗവാനെ നമുക്ക് ഭക്തിയിൽ ഭഗവാനെ നമുക്ക് വർഷിപ്പ് ചെയ്യണമെങ്കിൽ, ആരാധിക്കണമെങ്കിൽ 5 ബേസിക് രസങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അപ്പൊ ശാന്തരസം എന്ന് പറയുന്നത് ബേസിക് ആണ്, അതിന്റെ ബേസിക്. പക്ഷെ അതിൽ ആക്ച്വലി 5 ഏറ്റവും ഫൗണ്ടേഷൻ രസം ദാസ്യരസമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ശാന്തരസം പറയും, കാരണം അത് കോമൺ ആണ്. ശാന്തരസം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. ചില ഒന്നിനും ഇല്ല അല്ലെ, രാവിലെ എട്ട് കുളിച്ചു, അമ്പലത്തിൽ പോയി തൊഴുതു, ഒരു വഴിപാട് കഴിച്ചു, ഒന്നും തൊടലില്ല, നമ്മൾ ഒന്നുമില്ല, ശാന്തമാണ് അല്ലെ, ഒന്നിനുമില്ല. നമ്മൾ സ്വാമി വഴിപാട് കഴിച്ചോളൂ, ഇത് കഴിച്ചോളൂ, മകന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചോളൂ, ഇന്നൊരു നിവേദ്യം കഴിച്ചോളൂ, നമ്മളൊന്നും കൈകൊണ്ട് തുടങ്ങുകയാണ്, നമ്മൾ ശാന്തനാണ്. അത് ശാന്തരസം. ദാസ്യരസത്തിൽ വരുമ്പോൾ അവിടെ എന്താന്ന് വെച്ചാൽ സ്വാമി മാത്രമല്ല, അത് മാത്രം നമ്മൾ സ്വയം ഇറങ്ങണം, ദാസനാവണം, പ്രവൃത്തി വരും, ഭക്തി ഭഗവത് സേവാ നിരതൻ, സേവ വരും. മറ്റത് ഭക്തി, ഡിവോഷൻ ആൻഡ് ഡിവോഷണൽ സർവീസ്. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. കാരണം ഇതാണ് ഫിലോസഫി, ഇതാണ് കൃഷ്ണ, സയൻസ് ഓഫ് കൃഷ്ണ. അപ്പൊ നമ്മള് വെറുതെ ഭഗവത്ഗീത വായിച്ചു നോക്കിയത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിത് ഇങ്ങനെ പോണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭഗവത്ഗീത വായിക്കുന്നതൊന്നും അറിയില്ല. ഞാനൊരു കോഴ്സ് പഠിച്ച് അത് അതിനു വേണ്ടിയല്ല, അത് പഠിച്ചപ്പോഴും പിന്നെ ഒരുപാട് ഇങ്ങനെ കേട്ട്, പക്ഷെ ഓരോരുത്തർ കേട്ടോ വെച്ച് നോക്കി ഒന്നുമല്ല, ഫ്രാക്ഷനാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കുറച്ചെങ്കിലും. അപ്പോൾ ഒരു 0.0000 പോലെ അത്രേ ഉള്ളൂ എൻ്റെ വിവരം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ ഡിവോഷൻ ആൻഡ് ഡിവോഷണൽ സർവീസ്, ആ ഡിഫറൻസ് നമ്മൾ അറിയാൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിവോഷണൽ സർവീസിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്നാൽ ഇറങ്ങാന്ന് വെച്ചാൽ നമ്മൾ ഓടി ഇങ്ങനെ പാട്ട് പാടി നടക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ചെയ്ത് ഡിവോഷണൽ സർവീസ്, നമ്മളൊരു സംഘം ചേർന്നുള്ള ഒരു ആലാപനം, ഒരു ഡിവോഷണൽ സർവീസ്, ജപം ചെയ്യുന്ന ഡിവോഷണൽ സർവീസ്. ഞാൻ പറഞ്ഞില്ല, നമ്മളിനി തുളസി ആരതി ചെയ്യും, തുളസി അത് വളരെ പവർഫുൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളത് ചെയ്ത് തുടങ്ങി കുറെ ദിവസം അത് ചെയ്ത് വരുമ്പോൾ പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഇവിടെ നമ്മൾ പ്രാക്ടീസ് തരും. അതിട്ട് നമ്മൾ തുളസി ഇവിടെ കൊണ്ടുവരും, ഉടുപ്പൊക്കെ ഇടിച്ച് തുളസി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യും. തുളസി തറയലോ തുളസി വീട്ടിനകത്ത് വെച്ചോ ചെയ്യാം. അത് ചെയ്യുന്നത്, അത് എസ്പെഷ്യലി അത് ലേഡീസ് എന്നല്ല, എല്ലാവർക്കും നല്ലതാണ്. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അതുപോലെ നമ്മൾ ഈ തുളസി മാല കണ്ടത്തിലിടുന്നില്ലേ, അത്. പിന്നെ ഈ കുഴി തൊടുന്നത് എന്താ വെച്ചാൽ ഭഗവാന്റെ പാദമാണ് ആക്ച്വലി. അതിന്റെ അടിയില് ഒരു തുളസി ദളം, എപ്പോഴും തുളസി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എവിടെയാന്ന് വെച്ചാൽ ഭഗവാന്റെ പാദത്തിലാണ് തുളസിയുടെ സ്ഥാനം. അത് ലക്ഷ്മി ദേവി, അത് വേറെ കഥയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ നമ്മള് തുളസി, നമ്മൾക്ക് എവിടെയൊക്കെ തുളസി നമ്മുടെ ശരീരത്തിൽ, നമ്മൾ ഈ 12 തിലകങ്ങൾ അണിയുന്ന കാര്യമൊക്കെ പറഞ്ഞു, അതുപോലെ അതെല്ലാം ആ രൂപത്തിൽ അണിയുന്നതെല്ലാം പ്രൊട്ടക്ഷൻ. ഇതൊന്നും അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന കാലം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിലെല്ലാം പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഭഗവത് സേവ നിരതനാവാൻ പറയുന്നതിന്റെ കാരണം നമുക്ക് കൂടിയുള്ളൊരു മെസ്സേജാണ്. നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യണം. നമുക്ക് അത് ദാസ്യഭാവം നമുക്ക് വരണം, ശാന്തഭാവത്തിൽ നമ്മൾ ബേസിക്കലി നമ്മൾ 3 തരം, നമ്മൾ ഇനി ഒരു 7ാം അധ്യായത്തിൽ പോകുമ്പോൾ 3 തരം മനുഷ്യരുടെ കാറ്റഗറി നമ്മൾ പഠിക്കും. അതിനകത്ത് കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി എന്ന് പഠിക്കും. ഭഗവത്ഗീത കനിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കനിഷ്ഠരാണ്. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കനിഷ്ഠനിൽ നിന്നും മധ്യമനിലേക്ക് ഉയരാൻ നോക്കുക. പിന്നെ ഉത്തമാധികാരി പിന്നീടാണ്. അതൊരു ആചാര്യ ലെവലാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് മധ്യമനാവാൻ ഈ ജീവിതത്തിൽ സാധിച്ചാൽ നമുക്ക് വിജയം. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് അമ്പലത്തിൽ ആണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു, ബാക്കി എങ്ങും. അപ്പൊ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ ഡീസെന്റ് ആയിട്ട് പോയി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചു, അവിടെ എല്ലാം ഭയങ്കര സ്വാത്വികമായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ആ കോമ്പൗണ്ടിനകത്തല്ല, പിന്നെ ഇനി എനിക്ക് എന്തോ ആവും. അതാണ് കനിഷ്ഠന്റെ ഒരു മനസ്സിലായത്. അത് കനിഷ്ഠ ഭക്തൻ. അത് നമ്മുടെ ഇത് പറയുന്നതാണ്, സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളായിട്ട് പറയുന്നത്.
മധ്യമന്റെ ഗുണം എന്താ വെച്ചാൽ മധ്യമൻ അങ്ങനെയല്ല. മധ്യമൻ എല്ലായിടത്തും ഭഗവാനെ കാണും, എല്ലായിടത്തും ഭഗവാനെ കാണും, എല്ലാവരിലും ഭഗവാൻ പരമാത്മാരൂപനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. മറ്റത് അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചില അമ്പലത്തിലേക്കുള്ള ആൾക്കാർ അവിടെ വളരെ ഇതായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് തന്നെ ഒത്തിരി മാറി കഴിയുമ്പോൾ തന്നെ അവര് നമ്മൾ വിചാരിക്കും ഇവനൊക്കെ അമ്പലത്തിലാണോ നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കനിഷ്ഠത. അപ്പൊ നമ്മളിത് പഠിച്ചു വരുമ്പോൾ, ഭഗവത്ഗീത ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനാലിസിസ് ചെയ്യാം. മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾ സെൽഫ് അനാലിസിസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിലെ കനിഷ്ഠനെ നമ്മൾ ഒഴിവാക്കണം. ചിലത് മധ്യമനിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതാണ്, അതായത് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനല്ല നമ്മളിതെല്ലാം ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് പോകും. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇനിയിപ്പോ നമ്മൾ സത്സംഗം, മൂന്ന് ജനറൽ ടോപ്പിക്സ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നത്തെ അജണ്ട, എൻ്റെ ഒരു അജണ്ട എന്ന് വെച്ചാൽ നമുക്ക് ബ്രഹ്മസംഹിതയിലെ ഒരു 3-4 ശ്ലോകങ്ങളെങ്കിലും നമ്മൾ വായിക്കണം. അതെന്താന്ന് പറയാം. പിന്നെ ഒരു ഉപനിഷത്ത്, ഏറ്റവും നമ്മുടെ കയ്യിൽ കുറെ ഉപനിഷത്തുണ്ട്. ഞാൻ അന്ന് ഒരു സ്ലൈഡ് കാണിച്ചോന്നറിയില്ല ഉപനിഷത്തിന്റെ, അല്ലെ, ഉപനിഷത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന പവർ പോയിന്റ് കാണിച്ചാണ്. ഞാൻ അടുത്ത ദിവസം ഇവിടെ മുമ്പ് പവർ പോയിന്റ് കാണിച്ചു. അപ്പോ ഉപനിഷത്തുകളിൽ നമുക്ക് 108 കുറെ ഉപനിഷത്തുകളുണ്ട്. വേദങ്ങളുടെ എല്ലാം, വേദങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ആണ് ഉപനിഷത്ത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ്, സിമ്പിൾ ആണ്. കുറച്ചും കൂടി സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഫിലോസഫിയാണ് ഫിലോസഫി. പക്ഷെ ഉപനിഷത്തുകള് വളരെ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നമുക്ക് അതിനകത്തുനിന്ന് ഒരെണ്ണമാണ് ഈ ഈശാവാസ്യ ഉപനിഷത്തിന് ഈശോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് അതിന്റെ ഒരു ധ്യാന ശ്ലോകവും, അത് ഓം പൂർണ്ണമത പൂർണ്ണമിതം, അതാണ് ധ്യാന ശ്ലോകം. പിന്നെ ഈശാവാസ്യമിതം സർവം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാം മന്ത്രമുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചിലപ്പോൾ പറ്റിയ ധ്യാന ശ്ലോകം കവർ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന്റെ ഞാൻ പ്രിന്റ് ഔട്ടും ബുക്ക് അതിന് വേണ്ടി വാങ്ങിക്കേണ്ട ആവശ്യം, അതിന്റെ ഒരു പേജ് ഞാൻ കോപ്പി എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടാർഗറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമുക്ക് ഇത് തീർന്നാൽ നമുക്ക് തീരാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ സത്സംഗത്തിന്റെ ലക്ഷണം, അതാണ് അടുത്ത ടോപ്പിക് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. സത്സംഗം നമ്മൾ പറയുന്നല്ലേ, സംഘം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്നത്. സത്സംഗത്തിന്റെ ലക്ഷണം എന്താണ് സത്സംഗത്തിന്റെ ഒരു ലക്ഷണം എന്താണ്? പൊതുവെ ജനറലി എന്ത് തോന്നുന്നു? ഇത് ഓപ്പൺ ടു ആണ് എന്ന് പറയാം. നല്ല ചിന്തകളുമായിട്ട് ഒരു കൂട്ടായ്മ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ നല്ല ചിന്തകളോടെ ഇരുന്നിട്ട് പറയണം, നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നാളെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ആഹാരം കൊടുക്കാം. നമ്മൾ നാളെ കുറച്ച്, ഞാൻ ഇതായിട്ട് പറയണില്ല കേട്ടോ, ഞാൻ ഡിഫെൻഡ് ചെയ്യണില്ല, ഞാൻ പറയണം എക്സാമ്പിൾസ്. കാരണം പലരുടെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വിളിച്ച് നാളെ ആഹാരം കൊടുക്കുന്നു, കുറച്ച് പേർക്ക് വിളിച്ച് കുറച്ച് പൈസ കൊടുക്കുന്നു, കുറച്ച് ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു കൂട്ടായ്മ സത്സംഗം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് അതെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, പിന്നെ അതെങ്ങനെ സാക്ഷാത്കരിക്കണം, ഈ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഏത് സംഘവും സത്സംഗം. ബാക്കി ഒന്നും സത്സംഗം. ഇപ്പൊ നമ്മൾ എന്തൊരു കൂട്ടായ്മയിൽ പോയിരുന്നു, വളരെ നല്ല കാര്യങ്ങൾ, എല്ലാവരും നല്ല മുത്തുമണി പോലത്തെ ആൾക്കാരാണ്, ഒരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. പക്ഷേ അവിടെ ബിന്ദുജി പറഞ്ഞ പോലെ മനുഷ്യ, അതായത് ഭഗവാന്റെ കാര്യമാണ്. മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം, ഭഗവാന്റെ കാര്യം തന്നെയാണ് ആ ടോപ്പിക്കിൽ വരുന്നത്. മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, അതെങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാം എന്നുള്ള കാര്യം അവിടുത്തെ ഡിസ്കഷൻ ഇല്ലെങ്കിൽ അതൊരു സത്സംഗമല്ല. ക്ലിയർ ആയല്ലോ? അത് മറന്നു പോയത് അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മള് ഇവിടെ 1-2 കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്ര ഓക്കെ. ഇനി അടുത്ത കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കലിയുഗത്തിൽ അല്ലെ കുറെ ഇളവുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇളവുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ, കുറച്ച് നമുക്ക് ഇതൊക്കെ കിട്ടി, ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടി. എന്താണ് ഒരു മെയിൻ ഡിസ്കൗണ്ട് നമുക്ക് എന്തായാലും കലിയുഗത്തിൽ ഓർക്കണ്ടോ? ഏതൊരു പാപം നമ്മളെ അഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു, ചിന്തയിൽ. അതെ, പക്ഷെ നാമം ജപിച്ചാൽ, പക്ഷെ ചിന്ത, അതായത് മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ട് നമ്മളൊരു പാപം ചിന്തിച്ചു. അർജുനൻ അതാണല്ലോ പറയുന്നത്. പിന്നെ നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരു കാര്യം പറഞ്ഞു, പ്രവൃത്തി. ഇതിനകത്ത് ഏതാണ് കലിയുഗത്തിൽ നമുക്ക് എഫക്ട് ചെയ്യില്ല എന്നുള്ളത്
ഒരു ഇളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സുകൊണ്ട്. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് ഒരു പാപം ചിന്തിച്ചാൽ നമുക്ക് പാപമില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ അത് നേരെ ഇന്റൻഷനായി മാറുകയും അത് വാക്കിലോ പ്രവൃത്തിയിലോ 100% വരികയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും? വാക്കായി പറഞ്ഞാലും പ്രവൃത്തിയായിട്ടായാലും അത് പാപമാവും. അപ്പൊ നമ്മൾ ചിന്ത തന്നെ വേരിന്ന് കട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നടക്കില്ല ഒരു കാര്യം. ഇനി അപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞു അത് തന്നെ കലിയുഗത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഈസി വേ എന്താണ്? നമ്മുടെ നാമസങ്കീർത്തനമാണ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഭാഗവതത്തിലെ ശ്ലോകം നമ്മൾ കോട്ട് ചെയ്യാറുള്ളത് ഒന്ന് 12-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ ശ്ലോകം ഹൃദയാധ്യായതോ വിഷ്ണു നമ്മൾ പറയാറുള്ളതാണ് അല്ലെ. സത്യയുഗത്തിലെ ഹൃദയുഗത്തിലെ യജ്ഞം അല്ലെ, ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെയും അത് ത്രേതായാം യജതോമകെ അവിടെ യജ്ഞം, ത്രേതായുഗത്തിൽ യജ്ഞം ചെയ്യുന്നതിലൂടെയും ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ പാദങ്ങൾ പൂജിക്കുന്നതിലൂടെ ചെയ്യുന്ന പുണ്യങ്ങളെല്ലാം കിട്ടുന്ന പുണ്യങ്ങളെല്ലാം കലിയുഗത്തിൽ കലൗത്ത ഹരികീർത്തന ഇതിലൂടെ കിട്ടും. അപ്പൊ നമുക്കതൊരു അറിവാണ്. നമ്മുടെ ആ അറിവ് നമ്മുടെ കയ്യിൽ എപ്പോഴും ദൃഢമായിട്ടുണ്ടായിരിക്കണം. നമ്മളത് വിശ്വസിക്കുകയും വേണം. പിന്നെ നമുക്ക് ഭാഗവതത്തിന്റെ അവസാന ശ്ലോകം അറിയാം അല്ലെ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമനസ്ഥം നമാമി ഹരിം പരം. അതായത് ആരുടെ ദിവ്യനാമങ്ങളുടെ സംഘം ചേർന്നുള്ള കീർത്തനമാണോ നമ്മൾ ഇന്നിവിടെ ചെയ്തത്, സർവപാപങ്ങളും നശിപ്പിക്കുന്നത്, ആർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചാലാണോ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നത്, ആ പരമോന്നതനായ ഭഗവാൻ ഹരിക്ക് ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. സൂത ഗോസ്വാമി അതായത് സൂത മഹർഷി അത് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറയുന്ന ശ്ലോകമാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സുപ്രീമസി കാണിക്കുന്നു, ആരെ നമുക്ക് കലിയുഗത്തിൽ ചെയ്യാം എന്നുള്ള കാര്യം ഇതുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ ഇതേ കാര്യങ്ങൾ തന്നെ ഉപനിഷത്തുകളിലും സംഹിതകളിലും ഒക്കെ ഇങ്ങനെ, അതായത് നമ്മുടെ എന്തൊക്കെ സ്ക്രിപ്റ്റേഴ്സിൽ നമ്മുടെ വൈദിക സാഹിത്യം വേദിക് സ്ക്രിപ്റ്റേഴ്സിനകത്ത് പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 1-2 ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് അറിയാനായിട്ട്. അപ്പൊ ഒന്നിനകത്ത് കലിസന്ധരണ ഉപനിഷത്തിൽ പറയുന്നതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. അതിന്റെ അടുത്ത ലൈൻ ഇതി ഷോഡകശം നാം കലി കൽമഷനാശനം നാഥ പരതരോപായ സർവവേദേഷു ദൃശ്യത. അതിന്റെ ട്രാൻസ്ലേഷൻ എല്ലാ വൈദിക സാഹിത്യങ്ങളും പരിശോധിച്ചാലും അല്ലെങ്കിൽ ഏത് പരിശോധിച്ചാലും ഒരുവന് ഈ യുഗത്തിൽ ഹരേ കൃഷ്ണ ജപത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധാർമ്മിക സമ്പ്രദായം കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം സ്കിപ്പായി പോയി വേറെ വഴിയിലേക്ക് പോകരുത്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ നിന്ന് പോകും. ഈ ഒരു ജന്മം കിട്ടിയിട്ട് നമ്മൾ അതിൽ തന്നെ പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മധ്വാചാര്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരമ്പര ഈ ഗൗഡീയ ബ്രഹ്മഗൗഡീയ പരമ്പര എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മഗൗഡീയ മധ്വ ആ പരമ്പര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രീകൃഷ്ണൻ ഈ പുസ്തകത്തിന്റെ ഇത് കഴിഞ്ഞ അവതാരി കഴിഞ്ഞപ്പോൾ ആ ഗുരു പരമ്പര കൊടുത്തിട്ടുണ്ട് 44-ാമത്തെ. അതിനകത്ത് കാണാം കൃഷ്ണൻ കഴിഞ്ഞ ബ്രഹ്മാവ് കഴിഞ്ഞാൽ നാരദൻ കഴിഞ്ഞ വ്യാസൻ, അത് കഴിഞ്ഞാൽ വരുന്ന മധ്വാചാര്യൻ. മധ്വാചാര്യന്റെ പരമ്പര. നിങ്ങൾ ഈ ഗൗഡീയ ഇവിടെയൊക്കെ പോയിട്ടില്ല, ഉടുപ്പിയിലൊക്കെ, അതൊക്കെ ആ പരമ്പര ഗൗഡീയ പരമ്പര. പിന്നെ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഇതൊക്കെ വരുന്നുണ്ട്. അതെല്ലാവരും ആ മധ്വാചാര്യൻ. പിന്നെ വന്നിട്ടാണ് കുറെ സ്പ്ലിറ്റുകൾ പിന്നെയും വരുന്നത്. അപ്പൊ അദ്ദേഹം മുണ്ടകോപനിഷത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഭക്തിയോഗം യഥാർത്ഥത്തിൽ ദിവ്യനാമ കീർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അത്രയും അന്നത്തെ ഒരു ഉന്നതനായ വ്യക്തിയാണ്. അതായത് ഭക്തിയോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നാമസങ്കീർത്തനത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നാരായണ സംഹിതയിൽ നിന്ന് ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ സംഹിത വരികയാണ് അവിടെ. അതിൽ പറഞ്ഞിരിക്കുന്നത് ദ്വാപരീയൈർ ജനൈർ വിഷ്ണു പഞ്ചരാസ്ത്രൈസ്തു കേവലൈ കലൗതു നാമ മാത്രേണ പൂജ്യതേ ഭഗവാൻ ഹരി. ദ്വാപരയുഗത്തിൽ ജനങ്ങൾ നാരദ പഞ്ചരാത്രത്തിലെയും മറ്റും വിധിപ്രകാരം മാത്രം വിഷ്ണുവിനെ ആരാധിക്കണം. എന്നാൽ കലിയുഗത്തിൽ ജനങ്ങൾ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യുക മാത്രം മതി. അങ്ങനെ ഓരോ സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്.
ഭാഗവതം മാത്രമല്ല, നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയ സംഹിത കിടക്കുന്നു, ഈ ഉപനിഷത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണ് ഇവിടെ പറയുന്ന ഈ മഹാമന്ത്രം. ഇപ്പൊ നമ്മൾ പല മന്ത്രങ്ങളും എല്ലാവരും ചൊല്ലുന്നുണ്ടാവും അല്ലെ, അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു റൗണ്ട് മഹാമന്ത്രം ചൊല്ലുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മഹാമന്ത്രം എന്നതിനെ പറയുന്നത്? ഇത് നമ്മളായിട്ട് പറഞ്ഞാൽ എവിടെ പോയി ചോദിച്ചാലും പറയും ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയും. അതിപ്പോ ഹരേ രാമേ തുടങ്ങിയ ഹരേ കൃഷ്ണ അത് മഹാമന്ത്രം. എന്തുകൊണ്ടാണ് ഇത് മഹാമന്ത്രമായത്? ഇപ്പൊ നമ്മള് ഈ രാമകൃഷ്ണ എന്നുള്ള ശബ്ദമില്ലേ, എന്തുകൊണ്ടാണ് ഇതിന് മറ്റുള്ള എല്ലാ ശബ്ദത്തിനേക്കാളും ശക്തി കൂടുതലുണ്ട് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കണം. കാരണം ഇപ്പൊ നമ്മള് ചക്ക, മാങ്ങ, തേങ്ങ, പട്ടി, പൂച്ച എന്ന് പറയുന്നത് ഭൗതിക ശബ്ദങ്ങളാണ്. അതും രാമ, കൃഷ്ണ എന്നുള്ളത് വിഷ്ണു ഒക്കെ ഉണ്ട് എല്ലാ പദവും. പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ ഞാൻ പറയാറുണ്ട്. അപ്പൊ രാമ, കൃഷ്ണ, ചക്ക, മാങ്ങ, തേങ്ങ ഇത് കമ്പയർ ചെയ്ത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നറിയും. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ശബ്ദങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ കസേര അല്ലെ, അല്ലെങ്കിൽ ചക്ക, മാങ്ങ എന്ന് പറയാ ഭൗതിക ശബ്ദങ്ങളാണ്. രാമ, കൃഷ്ണ എന്നുള്ളത് ഭൗതിക ശബ്ദങ്ങളല്ല. അത് എന്ത് ശബ്ദങ്ങളാണെന്നറിയും? ആധ്യാത്മിക ശബ്ദങ്ങളാണ്. അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ ശക്തി എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾക്ക് പേരുകൾ ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചക്ക, മാങ്ങ, പൂച്ച, പട്ടി എന്നൊക്കെ ആ പേരുകൾ എവിടെ നിന്ന് വന്നതാണ്? നമ്മളായിട്ട് കിട്ടുന്നത് അല്ലെ, ഒരു മനുഷ്യനാണ്. കാരണം ഇപ്പോൾ ഉള്ള ഈ ജീവജാലങ്ങൾ ഏറ്റവും കൂടുതൽ അവബോധമുള്ള കോൺഷ്യസ്നസ് ഉള്ള മനുഷ്യനാണ് ആ പേര് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു പുതിയ ജീവിയെ കണ്ടുപിടിച്ചു എന്നൊക്കെ മനുഷ്യൻ പറയും. പുതിയ ജീവിയാണോ നമുക്കറിയില്ല, ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. സയൻസിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിശ്വസിക്കും. ഇപ്പോൾ അല്ലെ, വിശ്വസിച്ചേ മതിയാവും. അപ്പൊ നമ്മൾ വിശ്വസിക്കും. അപ്പൊ നമ്മൾ അതിന് അവരൊരു പേരിടും അല്ലെ. ആ പേര് ആരായിട്ടത്? മുകളിൽ നിന്ന് വന്നതല്ല അല്ലെ, അത് നമ്മൾ ഇട്ട പേര്. അപ്പൊ ഇതെല്ലാം ഭൗതികമായ ശബ്ദങ്ങളാണ്. ഞാൻ പറയണത് കുഴപ്പമില്ല അല്ലെ, കുറച്ച് ഫിലോസഫിയാണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമായതുകൊണ്ട് ഇവിടെ ഒരു ഇന്റർവെല്ലിൽ ഇത് പറയുന്നു. അപ്പോ ആ ശബ്ദങ്ങളെല്ലാം നമ്മളായിട്ട് ഇടുന്നത് ഇപ്പൊ നമ്മുടെ പേരുകൾ പോലെ തന്നെയാണ് അല്ലെ. അതെല്ലാം ഭൗതിക ശബ്ദങ്ങളാണ്. ഈ ഭൗതിക ശബ്ദത്തില് ഉള്ളൊരു വ്യക്തി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഒരു പേപ്പർ ഞാൻ തരും, അതിനകത്തുനിന്ന് വെറുതെ ആ പേപ്പറിൽ 10,000 രൂപ ഇതിന് വിലയുണ്ടെന്ന് എഴുതി സൈൻ ചെയ്താൽ, ഇപ്പൊ ഞാൻ എഴുതി തന്നാൽ അതിന് വല്ല വിലയുണ്ടോ? വിലയുണ്ടോ? ഇല്ല അല്ലെ. എന്നാൽ അത് ഒരു പ്രധാനമന്ത്രി നിങ്ങൾക്ക് എഴുതി തരികയാണെന്ന് വെച്ചു, വിലയുണ്ടോ? ഉണ്ട് അല്ലെ. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രയോജനം, ആ പൈസ അതിന് മൂല്യമില്ല. അപ്പൊ അവിടെ എന്ത് സംഭവം? അവിടെ എങ്ങനെയാ അത് ഒരേ പേപ്പറിന് ആ വില എങ്ങനെ വന്നു? ആ വ്യക്തിയുടെ സ്ഥാനം അല്ലെ, ആ വ്യക്തിയുടെ പവർ, അതായത് സ്ഥാനം വന്നപ്പോ ആ ഒരേ പേപ്പർ ഒരു സാധാരണക്കാരൻ കൊടുക്കുന്നതല്ല, അതിന് ഇത് വന്നു അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഓരോ പട്ടിക്കും പൂച്ചയ്ക്കും നമ്മുടെ മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ പേരിടുന്നു, നമ്മളാണ് ഇടുന്നത് അല്ലെ. നമ്മൾ ആരാണ്? നമ്മൾക്ക് ഭഗവാന്റെ അംശമായ ആത്മാവിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ഒരു ഭഗവാന്റെ ഒരു ശക്തിയാണ്. പക്ഷെ നമ്മുടെ പ്യൂരിറ്റി, അതായത് നമ്മൾ ഓം പൂർണ്ണമത പഠിക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ പൂർണ്ണനായ ഭഗവാന്റെ ഒരു അംശമാണ്. പക്ഷെ നമ്മൾക്ക് പൂർണ്ണതയില്ല. ആ പൂർണ്ണത നമ്മൾ വരുത്തണം. ആ വരാനുള്ള ശ്രമങ്ങളാണ് പല വഴിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പേരിട്ടാൽ അതിനൊരു നമ്മളുടെ ലെവലിലുള്ള പേരുണ്ട്. ശ്രീകൃഷ്ണന്റെ പേര്, കൃഷ്ണ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ് എന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അതാണ് അതിന്റെ ശക്തി. അതായത് ഭഗവാന്റെ, മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ രൂപം, നാമം, ലീലകള്, ഭഗവാന്റെ ധാമങ്ങൾ, ഇതെല്ലാം ഒന്നാണ് എന്ന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം. അതായത് നമ്മളിപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടാൽ ഇതാണ് ഭഗവാൻ, ഇവിടെ ഭഗവാന്റെ പേര് എഴുതിയിട്ടുണ്ട്, ഇത് ഭഗവാന്റെ നാമമുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ ഞാൻ വായിക്കുന്നു. പക്ഷെ ഭഗവാൻ അതെല്ലാം ഭഗവാനാണ്. ഇപ്പൊ എവിടെ നിന്നുണ്ടെങ്കിലും നമ്മളിപ്പോ രാജേഷ് എന്ന് എഴുതി വെച്ചാൽ രാജേഷാണ്. പക്ഷെ കൃഷ്ണ അല്ലെങ്കിൽ രാമ എന്ന് കണ്ടാൽ അത് ഭഗവാനാണ്. അതിനെ ചവിട്ടാൻ പോലും പാടില്ല. അങ്ങനെ നമ്മൾ നാമത്തിൽ ഭഗവാനാണ്. അതെന്താന്ന് വെച്ചാല് ഓരോരുത്തരുടെ ഉള്ളിലും നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ, നമ്മളൊരു ഹൈറാർക്കിയൊക്കെ പഠിച്ചു അല്ലെ. കൃഷ്ണൻ അവിടുന്ന് ഒരു വിസ്തരണം, എക്സ്പാൻഷനായിട്ട് ബലദേവൻ അല്ലെങ്കിൽ ബലരാമനിൽ നിന്ന് ഒന്നാം ചതുർവ്യൂഹം വരുന്നു, വസുദേവൻ, സംഘർഷൻ, അനിരുദ്ധൻ അല്ലെ. ഒരു 4 സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, വസുദേവൻ.
ഒന്നാം ചതുർവ്യൂഹം, അതിലെ സംഘർഷനിൽ നിന്ന് നാരായണ, 4 കൈയുള്ള നാരായണ ഫോം, ഒരു ഷോർട്ട് സമ്മറി മുമ്പ് പറഞ്ഞിരുന്നു. ആ നാരായണയിൽ നിന്ന് രണ്ടാം ചതുർവ്യൂഹം വരും, 4 കൈയുള്ള, വീണ്ടും സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വസുദേവൻ വരും. ആ രണ്ടാം സംഘർഷനായ മഹാസംഘർഷനിൽ നിന്ന് ആദ്യത്തെ അവതാരമായ 3 പുരുഷാവതാരങ്ങൾ വരും. കാരണോദകശായ വിഷ്ണു, കാരണസമുദ്രത്തിൽ ശയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ്, രോമഭൂമിയിൽ നിന്നാണ് ഇങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ കാരണസമുദ്രത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ആ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓരോന്നിന്റെ ഉള്ളിൽ ഗർഭോദകശായി പ്രവേശിക്കുന്നു. അവിടെ ഗർഭോദക സമുദ്രമുണ്ട്, വേർപ്പ് തുള്ളി പോലെ. അതിനുള്ളിലാണ് ഈ നമ്മുടെ അനന്തശേഷനിലാണ് ആ അദ്ദേഹം ശയിക്കുന്നത്. അതിനുള്ളിൽ ആ ഒരു അതിന്റെ ഓരോ ജീവജാലത്തിലും, ഓരോ പരമാണുവിലും ആരുണ്ട്? ഭഗവാൻ ക്ഷീരോദകശായിയായിട്ടുണ്ട്. അപ്പോൾ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, 3 വിഷ്ണു രൂപങ്ങളാണ് ആദ്യത്തെ പുരുഷാവതാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഭഗവാൻ നമ്മളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ആ ക്ഷീരോദകശായി വിഷ്ണുവാണ് പരമാത്മാ രൂപേണ നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ വസിക്കുന്നത്. ഓരോ ജീവജാലത്തിലും, മനുഷ്യരിലും മാത്രമല്ല, ഓരോ ജീവിതം, ഓരോ ഒരു സാധനത്തിൽ അതിന്റെ ഓരോ പരമാണുവിലും ക്ഷീരോദകശായി വിഷ്ണു. അത് തൂണിലും തുരുമ്പിനും ഭഗവാനുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഭഗവാന്റെ ക്ഷീരോദകശായി വിഷ്ണു ഫോമാണ്. അതാണ് പരമാത്മാ രൂപേണ ഇരിക്കുന്നത്. അപ്പോ ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് വസുദേവര് കൃഷ്ണനെ എടുത്തിട്ട് അവിടെ പോവാണ്. പോയി കഴിഞ്ഞപ്പോ അറിയാലോ, തടവറ തന്നെ തുറന്നു, ചങ്ങലകളെല്ലാം മാറി, യമുന നദി മാറിക്കൊടുത്തു. അങ്ങനെ ചെന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഗർഗമുനി. അതാണ് ഗർഗമുനിയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ, ഗർഗമുനി ആരാണ്? ഗർഗമുനി കൃഷ്ണന്റെ കുലത്തിലെ ആചാര്യനാണ്. അപ്പൊ അദ്ദേഹം എന്തൊരു ഭാഗ്യവാനായ ഒരു ആത്മാവായിരിക്കും ആ ശരീരം. അപ്പൊ അദ്ദേഹത്തിന്റെ കുലത്തിലെ ആചാര്യനായിട്ടുള്ള റോളാണ്, ജനനമാണ് കിട്ടിയത്. അപ്പോൾ ഗർഗമുനിയുടെ അടുത്ത് കൊണ്ടുപോയി, ഗർഗമുനിയുടെ അടുത്ത് കൊച്ചിനെ കൊടുക്കുകയാണ്. കൊച്ചിനെ കൊടുക്കുമ്പോൾ ഈ ഗർഗമുനി എന്ന് വെച്ചാൽ ഈ ജ്യോതിശാസ്ത്രം മാത്രമല്ല, എല്ലാത്തിലും അത്ര നിപുണനാണ്. അപ്പൊ ഗർഗമുനിക്ക് ഈ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു. ഗർഗമുനി വരുന്നത് ആരാന്നുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു. കാരണം ഗ്രഹങ്ങളുടെ പൊസിഷൻ, ശബ്ദങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി ഭഗവാൻ അവതരിച്ചു എന്നുള്ളത് ഗർഗമുനിക്ക് മനസ്സിലായി. ഗർഗമുനി കാത്തിരിക്കുകയാണ്. ഇത് വന്നു, കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ കൈ പിടിച്ച് ഗർഗമുനിക്ക് എന്ന് വെച്ചാൽ എക്സ്റ്റസി എന്ന് വെച്ചാല് ഗർഗമുനിയുടെ അത്ര, അതായത് ഗർഗമുനി എന്താ സംഭവിക്കുന്നത് ഗർഭവച്ച, കാരണം ഭഗവാൻ കൊച്ചായിട്ട് കയ്യിലിരിക്കുകയാണ്. അത് മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയ സിറ്റുവേഷൻ, അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അപ്പൊ അദ്ദേഹം കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു കൊച്ചിനെ പേര് വിളിക്കണം. പേര് വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു എന്നാ പറഞ്ഞു. ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയുകയാണ് കൃഷ്ണ. അതായത് ഗർഗമുനി പറഞ്ഞതല്ല, അത് ഉള്ളിൽ നിന്ന് വന്നു എന്ന് വെച്ചാൽ ഉള്ളിലാരാ? പരമാത്മാവോടെ ഇരുന്ന് ഭഗവാൻ തന്നെ പറയാണ് കൃഷ്ണ. അതാണ് ആ പേരിന്റെ പവർ. നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജോത്സ്യന്റെ അടുത്ത് പോയി നാ വേണം, രാ വേണം, അല്ലെങ്കിൽ 2 പേര് പറയാം, അല്ലെ അച്ഛനും അമ്മയും പറയും ഇങ്ങനെ പേരിട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പേരിടുന്നത്. ഇതങ്ങനെയല്ല. ഗർഗമുനി മടിയിൽ വെച്ചപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു പരമാത്മാ. ഇവിടെ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ പരമാത്മാ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ എല്ലാം നോക്കണമല്ല, നമ്മൾ വേറെ പേരൊക്കെ ഉണ്ടാക്കി നമ്മളായിട്ട് ഇടുക. കാരണം എന്നുള്ള ഫീലിംഗ്. അവിടെ അങ്ങനെയല്ല. ഗർഗമുനി എന്ന് വെച്ചാൽ അത്രയും സ്വാത്വികനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ പരമാത്മാവില് ഭഗവാൻ തന്നെ ഭഗവാനോട് പേര് പറയുന്നത് കൃഷ്ണ. അത് തന്നെയാണ് ദശരഥന്റെ കൊട്ടാരത്തിൽ വസിഷ്ഠമുനി സംഭവിച്ചത്. വസിഷ്ഠമുനി രാമനെ കയ്യിലെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് രാമ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ആചാര്യന്മാരുടെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോ ഇതൊക്കെ രേഖകൾ ഉണ്ടാവും കേട്ടോ, ഇതൊക്കെ ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ അവര് പറയില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ശക്തി. അപ്പൊ ആ പേര് വന്നിരിക്കുന്ന എവിടെ നിന്നാണ്? ഭഗവാൻ. അപ്പൊ രാമകൃഷ്ണ എന്നുള്ള പേര്, അതിന്റെ ശക്തി അതാണ്. അതുകൊണ്ടാണ് അതിന് ഹരേ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്വാധീനി ശക്തിയാണ് അവിടെ വരുന്നത്. ഹരേ എന്ന് പറയുമ്പോൾ രാധാറാണി എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ബെഞ്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നതാണ് നമ്മളുടെ. പക്ഷെ നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു വർഗത്തിലാണ് നമ്മൾ പെടുന്നത്. നമ്മൾക്ക് കുറെ കപ്പാസിറ്റികൾ അത്രേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അചിന്ത്യമാണ്. നമ്മളുടെ കപ്പാസിറ്റിയുടെ, ചിന്തകളുടെ അപ്പുറത്താണ് ഭഗവാൻ. ഭഗവാന് പല പല രൂപങ്ങൾ ഇതുപോലെ വിസ്തരിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ആകെ എന്ത് ചെയ്യാം? കുറച്ച് മുടി ഡൈ ചെയ്യാം, തലമുടി വെട്ടാം, മുട്ടയടിക്കാം, കുറച്ച് കളർ ചെയ്യാം, മേക്കപ്പ് ഇടാം, അല്ലെ, ഡ്രസ്സ് മാറ്റി. സത്യമല്ലേ? ഇതിൽ കൂടുതൽ ഭഗവാൻ അതൊന്നും ഭഗവാന് ഒരു നിവേദ്യം സമർപ്പിക്കുമ്പോൾ കണ്ണുകൊണ്ട് അതിനെ രുചിക്കാം. ഭഗവാന് എന്തും ഇന്ന അവയവം വേണമെന്നില്ല. അതൊക്കെ നമ്മുടെ വൈദിക സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾക്ക് ഭഗവാൻ ഇപ്പൊ കൈ കൊണ്ട് അതിനെ രുചിക്കാം. അതെ, അങ്ങനെ അതായത് അതെല്ലാം പോസിബിൾ ആണ്. നമ്മളുടെ ചിന്ത, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ചട്ടക്കൂടല്ല നിൽക്കുന്നത്. അതാണ് ആ വ്യത്യാസം. നമ്മൾ അംശമാണ്, പക്ഷെ നമുക്കതെല്ലാം ഇങ്ങനെ ഇതിൽ നിന്നുള്ള ആചാര്യന്മാരിൽ നിന്ന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇതാണ് നമ്മളുടെ ഈ മഹാമന്ത്രത്തിന്റെ ശക്തി വരാൻ കാരണം. കാരണം അവിടെ ഹരേ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് വീണ്ടും. അപ്പോൾ അവിടെ രാധാറാണിയുടെ ഇതാണ് അവിടെ കൊടുക്കുന്നത്. രാധാറാണി എന്ന് ഉദ്ദേശിച്ചത് ഭഗവാന്റെ ആനന്ദമാണ്, ആനന്ദ ശക്തിയാണ്. അതാണ് ക്ലാദിനി ശക്തി എന്ന്. പിന്നെ ഉള്ളത് സന്ധിനി, എന്താണ് സന്ധിനി, സംവിത് ആൻഡ് ക്ലാദിനി അല്ലേ? അതെ, അതായത് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയില്ല. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റേണൽ ആണ്, അതായത് ശാശ്വതമായ പൊട്ടൻസിയാണ്, ശാശ്വതമായ എനർജിയാണ്. അതാണ് സന്ധിനി എന്ന് പറയുന്നത്. സംവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാണ്, ജ്ഞാനം, അതായത് നോളജ് പൊട്ടൻസിയാണ്. പിന്നെ ഹ്ലാദിനി ശക്തി, അതാണ് ശരിക്കുള്ള പേര്. ഹ്ലാദിനി എന്ന് പറഞ്ഞാൽ പരമാനന്ദ, ബ്ലിസ് എന്ന് പറയും. ഇതിന്റെ ഒരു രൂപമാണ് സച്ചിദാനന്ദ വിഗ്രഹം. വിഗ്രഹം എന്ന് വെച്ചാൽ രൂപം, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ശരിക്കും നമ്മൾ വേറൊന്നും ചെയ്യരുതെന്ന് പറയും. ശരി, നമ്മൾ ഈ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ ഇടത് കൈയിൽ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. എന്താ വെച്ചാൽ വലത് കൈയിൽ മന്ത്രം ചൊല്ലുമ്പോൾ ഇടത് കൈ കൊണ്ട് ഫോൺ അത് പല കാര്യങ്ങൾ ചെയ്ത് ഇതിപ്പോ ഭയങ്കര ഇടകയ്യനായിരുന്നു കാലക്രമേണ. ഇപ്പൊ അത് കുറച്ചു. പക്ഷെ അത് നമ്മൾ സംഭവിക്കരുത്, മനസ്സിലായിരുന്നു. അത് സംഭവിക്കരുത്. കാരണം നമ്മൾ വലത് കൈയിൽ ചെയ്യുമ്പോൾ നമ്മൾക്കുള്ളിൽ ശ്രവണം, കീർത്തനം, സ്മരണം നടക്കണം. കാരണം നമ്മൾ ഭഗവാന്റെ രാമ കൃഷ്ണ എന്ന് ചൊല്ലുമ്പോൾ ആ നാമം ഭഗവാനാണ്. ഭഗവാനെ നമ്മുടെ നാവിൽ വെച്ചിട്ട് നമ്മൾ വേറെ കാര്യം, ആരാണത് ഏറ്റവും അല്ലെ സുപ്രീമിനെ നമ്മൾ നാവിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കാൻ പാടില്ല. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. അത് അങ്ങനെയാണ് നമുക്ക് ഫോക്കസ് കിട്ടും. നമുക്ക് ഒരു പ്രാവശ്യം മാല ഉണ്ടോ എല്ലാവർക്കും? എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. മാല ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇവിടുന്ന് വേണമെങ്കിൽ ഒരു മാല എടുക്കും. രജി ഒരു മാല എടുക്കും. മാല ആരെങ്കിലും എടുക്കും. അതിൽ നിന്ന് വരുന്നത് തുറന്നിരിക്കുന്നേ അറിയില്ല. എല്ലാത്തിലും 108. ഏത് കൊടുത്തു, ഏതാണെങ്കിലും എടുത്തു. അല്ല ഏമലൊന്നും ഇല്ലാത്ത എല്ലാം 108. നമ്മൾ ഇന്ന് ഈ മഹാമന്ത്രം എല്ലാവരും വേറെ പലതൊക്കെ ചൊല്ലുന്നുണ്ടാവാം. പക്ഷെ ഇന്ന് നമുക്ക് ഒരു റൗണ്ട് 108 പ്രാവശ്യം നമുക്കൊരു കോൺഗ്രിഗേഷണൽ ചാൻഡിങ് ഒരുമിച്ച് ചൊല്ലാം. അപ്പൊ മാക്സിമം എല്ലാവരും ചൊല്ലുന്നത്, സ്വയം ചൊല്ലുന്നത് തന്നെ ശ്രമിക്കുക. അതിനുവേണ്ടി ബലം പിടിക്കേണ്ട, ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. ഭഗവാന്റെ മനസ്സിൽ രൂപവും അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ചൂണ്ടുവിരൽ തൊടാതിരിക്കുക. നമ്മൾ ചെയ്യുന്നതായിരിക്കും എല്ലാവരെങ്കിലും. ഞാനൊന്നും കൂടി ഇനി മിസ്റ്റേക്ക് ആർക്കെങ്കിലും വരണ്ട. അപ്പൊ നമ്മൾ 108 മുത്തുകളിൽ ഈ 109ാമത്തെ മുത്തിൽ പിടിച്ചുകൊണ്ട് നമ്മളൊരു ഗുരു സ്മരണം ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു ഗുരു സ്മരണം ചൊല്ലാം, അത് ഏറ്റുമില്ല. പിന്നെ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്താ ചൊല്ലുന്ന ചൊല്ലിപ്പോകില്ല. അതിനുശേഷം നമ്മൾ ഈ ഗുരുസ്മരണം കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എപ്പോഴും ഈ വിരൽ മാറ്റി വെക്കുക. അതിനാണ് നമ്മൾ സഞ്ചിയിലാവുമ്പോൾ സഞ്ചിയുടെ ഉള്ളിൽ ഈ വിരൽ മാറി നിൽക്കും. അത് ആ സഞ്ചി വെച്ച് ചെയ്തോളൂ. ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് മുത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം 1ാമത്തെ ചൊല്ലുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യണം. നമ്മുടെ സൈഡിലേക്ക് തമ്പ് വെച്ച് വലിക്കണം. അതിനുശേഷം 2ാമത്തെ പിടിച്ചിട്ട് ചൊല്ലി കഴിയുമ്പോൾ ഇങ്ങനെ പോവുക. അങ്ങനെ ചൊല്ലി നമ്മൾ കറങ്ങി ഇവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് പിടിച്ചിട്ട് വീണ്ടും ആദ്യം ചൊല്ലിയ ഗുരുസ്മരണം ഒന്നും കൂടി ചൊല്ലിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി വീണ്ടും 2ാം റൗണ്ട് ചൊല്ലുന്നവര് ഇന്നല്ല എപ്പോഴും ചൊല്ലുമ്പോൾ അവര് പിന്നെ ക്രോസ് ചെയ്യാറ് റിട്ടേൺ പോകണം. എപ്പോഴും തിരിച്ച് ഇങ്ങനെയാണ് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൊല്ലുന്നത് നമുക്ക് ചൊല്ലാം. അപ്പോൾ നമുക്ക് ഇത് മാത്രം ഞാൻ ചൊല്ലുമ്പോൾ ഏറ്റുമില്ല. പിന്നെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഓരോ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. എന്തായിരുന്നു ഗ്രൂപ്പ് ചാൻഡിങ്? നല്ലതായിരുന്നു. ഭഗവാനെ ഓർക്കാൻ സാധിച്ചോ? നാമസങ്കീർത്തനമാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഭക്തിയുടെ സേവനമാണ് നമ്മൾ ചെയ്തത്. അതും ഒരു ഭഗവത് സേവനം തന്നെയാണ്. കാരണം ഭഗവാന്റെ നാമം നമ്മൾ ഭഗവാൻ സേവിക്കുക എന്ന് വെച്ചാൽ ഇതെല്ലാം സേവയാണ്. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി നാമം ജപം സാധിക്കട്ടെ. നമ്മുടെ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ബ്രഹ്മസംഹിത ചെല്ലാൻ നേരം ഉണ്ടോ? ഒന്ന് ചൊല്ലിയാലോ? ഓക്കെ. അപ്പോൾ ഇത് തരുവും ചെയ്യാം എനിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 ഇതും കൂടി കൊടുക്കും. ഇതും കളയാണ്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ കൊണ്ടുവന്നാലും ഇപ്പൊ ബ്രഹ്മസംഹിത ഉണ്ടോന്ന് വെച്ചാല് നമ്മള് സൃഷ്ടി നമുക്കറിയാലോ. ഫസ്റ്റ് അതായത് സർഗസൃഷ്ടി ഭഗവാൻ ആദ്യം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരണോദകശായി വിഷ്ണു ഈ അദ്ദേഹത്തിൽ നിന്നാണ് ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. ആ വിഷ്ണുവാന്റെ നേവലിലെ താമരത്തണ്ടിലാണ് 14 ലോകങ്ങൾ. ആ മുകളിലത്തെ താമരയിലാണ് വിഷ്ണു നമ്മുടെ ബ്രഹ്മാവുള്ളത്. അപ്പൊ അപ്പൊ ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് ഒരു ബ്രഹ്മാവ് ഒരു ഗർഭോദകശായി വിഷ്ണു ആ സമുദ്രത്തിൽ അനന്തന്റെ ശയിക്കുന്നു പുറത്ത്. അതുപോലെ തന്നെ ആ ഇത് എന്താ പറയണ താമരത്തണ്ടിന്റെ ഏറ്റവും മുകളിലും നമ്മുടെ ബ്രഹ്മലോകവും പിന്നെ 14 ലോകങ്ങൾ എല്ലാം അടക്കം 14 ലോകങ്ങൾ അതിനാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിൽ കുറെ ഉണ്ട്. അത് പിന്നീട് നമുക്ക് കുറേശ്ശെ പറയാം. എനിക്കും അധികമൊന്നും അറിയില്ല, ഉള്ളത് പറയാം. അപ്പോ ഈ സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം ബ്രഹ്മാവിനെ ഭഗവാൻ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞോട് ബ്രഹ്മാവ് ഒറ്റയ്ക്കാണ് ആദ്യത്തെ സൃഷ്ടിയാണ്. അപ്പൊ ബ്രഹ്മാവ് ഈ താമരത്തണ്ടി കൂടി എല്ലായിടും 14 ലോകത്തും പോയി നോക്കി. 14 ലോകത്തും പോയി നോക്കിക്കഴിഞ്ഞപ്പം എല്ലായിടത്തും ഇരുട്ടാം, ഒരു മനുഷ്യനില്ല. ബ്രഹ്മാവ് നോക്കുമ്പോൾ ഒരാളും കയറിയില്ല. അപ്പൊ ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിങ്ങനെ നിൽക്കുമ്പോഴാണ് തപ എന്നുള്ളൊരു ഇത് മാത്രം കേൾക്കാം. തപ അപ്പൊ തപസ് ചെയ്യാനുള്ള, അങ്ങനെയാണ് ബ്രഹ്മാവിന്റെ തപസ് ആരംഭിക്കുന്നത്. 1000 സംവത്സരമാണ് തപസ് ചെയ്യുന്നത്. അപ്പൊ അത് വേറൊരു ഭാഗമാണ്. അപ്പൊ ഈ തപസ്സിന്റെ എല്ലാ അവസാനം എന്താണ്? ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാന ഉപദേശം കൊടുക്കുക. അപ്പൊ വേദ ഉപദേശം, ആദ്യത്തെ ഈ ജ്ഞാന ഉപദേശം ബ്രഹ്മാവിനാണ് ആദ്യത്തെ ഉപദേശം കിട്ടുന്നത്. അപ്പൊ ബ്രഹ്മാവിന് ആ ഉപദേശം കിട്ടിക്കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന് എന്താണ് അബ്സല്യൂട്ട് ട്രൂത്ത്, എന്താണ് സുപ്രീം എന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ നമുക്ക് ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരാൾക്ക് ആ ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം കിട്ടുന്ന പോലെ ബ്രഹ്മാവിന് മനസ്സിലാവുമ്പോൾ ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാവുമ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ നഷ്ടപ്പെട്ടു പോയതിൽ കുറച്ച് ഭാഗങ്ങളാണ്. ഇതിന്റെ താളിയോലകളാണ് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ നിന്ന് ഈ ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല, അതിനകത്താണ് ഈ ചൈതന്യ മഹാപ്രഭു ലോഡ് ചൈതന്യ കണ്ടെടുത്തത്. അപ്പൊ അതിനകത്ത് ഉള്ളതെല്ലാം ഇല്ല. അപ്പൊ അതിനകത്ത് നിന്നൊരു ഭാഗമാണ് അതിന്റെ ഒരു ഇതാണ് ഇത്. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാവിർഗോവിന്ദ
ആദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ചിന്താമണി പ്രകര സത്മസുകൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭിരഭിപാലയന്തം. ലക്ഷ്മീ സഹസ്രശത സംഭ്രമസേവ്യമാനം. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണും പുനന്ദമരവിന്ദദളായതാക്ഷം. ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം. കന്ദർപ്പകോടികമനീയ വിശേഷശോഭം. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആലോലചന്ദ്രകലസദ്വനമാല്യവംശി. രത്നാംഗതം പ്രണയകേളികലാവിലാസം. ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അംഗാനി യസ്യ സകലേന്ദ്രിയവൃത്തിമന്തി. പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി. ആനന്ദചിന്മയ സദുജ്വല വിഗ്രഹസ്യ. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അദ്വൈതമച്യുതമനാദിമനന്തരൂപം. ആദ്യം പുരാണപുരുഷം നവയൗവനം ച. വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. ഇനി ഇതിന്റെ മീനിങ് ഒന്ന് വായിച്ചെടുക്കാം. മീനിങ് ഒരുമിച്ച് ഓരോരുത്തരൊന്ന് വായിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ പേജിൽ ഓരോ പാരഗ്രാഫ് ഓരോ കാര്യങ്ങളും വായിക്കും. ഒന്നാമത്തെ ശ്ലോകം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. അതിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ്: എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ്, ഗോവിന്ദനാണ്. ശാശ്വതമായ സത്തയുടെയും ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും മൂർത്തിമത് ഭാഗമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇനി രണ്ടാമത്തെ ആരെങ്കിലും വായിക്കും. അതായത് ശ്ലോകം: ചിന്താമണി പ്രകര സത്മസു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭിരഭിപാലയ ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവിമാനം ഗോവിന്ദ. ആരെങ്കിലും വായിച്ചു? ചിന്താമണികൾ ഒട്ട് വളരെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും ശതസഹസ്രകണക്കിന് കൽപ്പവൃക്ഷങ്ങൾ ചുറ്റും വളർന്ന് നിൽക്കുന്നവയുമായ ഭഗവത് വനങ്ങളിൽ അത്യന്തം സംഭ്രമത്തോടും പ്രേമഭക്തിയോടും കൂടി അനേക ശതസഹസ്രം ലക്ഷ്മി ദേവികളാൽ സേവിക്കപ്പെട്ടുകൊണ്ടും പശുക്കളെ മേയിച്ചുകൊണ്ടും എല്ലാവർക്കും അഭീഷ്ടങ്ങൾ നൽകിക്കൊണ്ടും പരിലസിക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. അടുത്തത് നീലക്കാർ നിറമുള്ള മേരിയോട് കൂടിയവനും പുതിയവനും ആയിരമായി
ഭാവദേവന്മാരുടെ ശേഷ സൗന്ദര്യത്തോടു കൂടിയവനുമായ ആദിപുരുഷനായ തന്നെ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ചന്ദ്രവർഗ്ഗത്താൽ അലങ്കരിച്ച പുരുഷന്റെ കാലം കഴുത്തിലണിഞ്ഞവനും രത്നാഭരണങ്ങളാലും ഓടക്കുഴലിനാലും രണ്ട് കൈകളും അലങ്കരിക്കപ്പെട്ടവനും രാസലീലകളിൽ ആഹ്ലാദിക്കുന്നവനും സുന്ദരമായ ഗൃഹങ്ങളും ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ പുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. അടുത്തത് സച്ചിദാനന്ദമായ ശരീരത്തോടു കൂടിയവനും അത്യുജ്വലമായ കാന്തിയോടു കൂടിയവനുമായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. യാതൊരു ശരീരത്തിലെ ഓരോ അവയവവും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തികൾ ചെയ്യുന്നതിന് സമർത്ഥമാണ്. ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രപഞ്ചങ്ങളെയും എപ്പോഴും കാണുകയും പരിപാലിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആദ്യ പുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഭരണം കൂടിയുണ്ട്. ഏകനും അച്യുതനും ആദ്യനും അനേകരൂപിയും പുരാണ പുരുഷനും നിത്യയൗവനമൂർത്തിയുമായ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായേ ദൃശ്യമാകുകയുള്ളൂ. പരമ ഭക്തന്മാർക്കാവട്ടെ എന്നും ദൃശ്യമാണ്. ഹരേ കൃഷ്ണ. ഒരു തുടക്കം നമുക്കിതിനി നമ്മൾ ഒരെണ്ണം ഇനി വായിച്ചു പോകും. എല്ലാ ആഴ്ചയും ഒരെണ്ണം വായിച്ച് ഇത് കയ്യിൽ വെച്ചാൽ മതി. ഇന്ന്